ശ്രീ സി പി റാഷിദ് ഇതുപോലെ എന്താണ് സംഭവിക്കുക കൃത്യമായി പറഞ്ഞ മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. 100-ലധികം സീറ്റുകൾ, 102 സീറ്റുകൾ, 13 മന്ത്രിമാരുടെ തോൽവി തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇതൊക്കെ ശരിയായി. പിണറായി വിജയൻ ആദ്യത്തെ 5 റൗണ്ടിൽ പിറകിൽ പോകുന്നൊന്നും ആരും വിചാരിച്ചതല്ല. ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ അതൊക്കെ സംഭവിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വോട്ടിങ്ങിന്റെ പാറ്റേൺ കണ്ട് താങ്കൾ എന്തായാലും സാധാരണ അങ്ങനെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സെഫോളജിസ്റ്റ് ഒന്നുമല്ല, ഡാറ്റ അങ്ങനെ എവിടുന്നെങ്കിലും എടുത്ത് സാമ്പിളിംഗ് മെത്തേഡ് സ്വീകരിച്ച് അങ്ങനെ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഒരു അസംഷനിൽ എത്തിയതുമല്ല. ഇങ്ങനൊരു നിഗമനം താങ്കൾ പ്രസിദ്ധീകരിക്കാൻ ആധാരമാക്കിയത് എന്താണ്? എന്ത് മെത്തഡോളജിയാണ്? റാഷിദ മ്യൂട്ടാണ്. കേൾക്കുന്നില്ല. റാഷിദ് കേൾക്കാമോ? താങ്കളുടെ ആ കണക്ഷനിൽ മ്യൂട്ടാണോ? ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചാലേ കേൾക്കൂ. കേൾക്കാമോ? കേൾക്കാം. അഭിലാഷ്, ഞാൻ ആവർത്തിക്കാം. അതായത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളോ അണികളോ എല്ലാവരും ഇതിൽ കണക്ക് കൂട്ടുന്നത് നമ്പറുകൾ വെച്ചിട്ടാണ്. പലപ്പോഴും അതിനെ ഞാൻ സ്വീകരിക്കാറില്ല. ഈ മനുഷ്യരുടെ വോട്ടിന്റെ ശതമാനം വെച്ചിട്ടാണ് ഞാൻ കണക്കാക്കാറില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ മൈൻഡുമായി ഇതിൽ റിലേറ്റഡ് ഒരു ഏരിയ എനിക്ക് കിട്ടാറുണ്ട്. ഒപ്പം തന്നെ പലരും ചോദിക്കുന്നതാണ് ഇതിലെന്ത് ശാസ്ത്രീയ വശമാണുള്ളത്. ഇതിൽ കണക്കുണ്ട്, അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ഏർപ്പാടിൽ ഒരു അനുഭവപ്പെടും. അവിടെ നമ്മൾ നമ്മുടേതായ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ബോധ്യങ്ങൾ നടക്കുമ്പോഴാണ് ഞാൻ ഏകദേശം 10-18ഓളം തെരഞ്ഞെടുപ്പുകളിൽ 16ഓളം തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി കിട്ടിയത്. അവിടെ ആ ശൂന്യതയിൽ നമ്മുടെ ബോധ്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതിലേക്ക് അതിലൊരു കൺക്ലൂഷൻ ഞാൻ തന്നെ കണ്ടെത്തുമ്പോഴാണ് എനിക്ക് അത് ശരിയായി വന്നിട്ടുള്ളത്. ആ രീതിയിലാണ് ഞാൻ ഈ നമ്പറുകളിലേക്ക് എത്തിയത്. ഓക്കെ, ഈ തരത്തിലുള്ള ഒരു സെന്റിമെന്റ്സ്, അതായത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPM-നോടുള്ള വലിയ സംശയം, അതുപോലെ തന്നെ പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ഒരു വിപ്രതിപത്തി, ശരിയല്ല ഈ പോക്ക്, തിരുത്തണം എന്ന തോന്നൽ, ഇതൊക്കെ എന്തായാലും 2021 ശേഷം ഉണ്ടായ കാര്യങ്ങളാണല്ലോ. അതെങ്ങനെ ഫോം ചെയ്തു? അത് ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പോൾ പല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു, അത് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു CPIM-ഉം LDF-ഉം എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് ഈ സമയത്ത് പീക്ക് ചെയ്തത്? ഈവൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ റിസൾട്ട് ഒളിഞ്ഞു കിടന്ന ഒരു ഇടമുണ്ടായിരുന്നു. പലരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതുള്ളൂ. 13% മനുഷ്യർ 3 മുന്നണികൾക്കും അപ്പുറത്തുണ്ടായിരുന്നു. അവരുടെ വോട്ടിന്റെ ഒരു ആനുപാതിക ലെവലിൽ വെച്ചാൽ തന്നെ UDF-ലേക്ക് വരേണ്ട വോട്ടുകൾ 38% തദ്ദേശത്തിൽ കാണിച്ചത്. അതിൽ നിന്നൊരു 6% വോട്ട് നമുക്ക് ആ തരത്തിൽ തന്നെ ഒരു സിമ്പിൾ ലോജിക്കൽ കണക്കിലുണ്ടായിരുന്നു. അതിനപ്പുറം രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ CPM ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. CPM ഒരു കാലത്ത് അതിന്റെ അണികൾ വിശ്വസിക്കുമായിരുന്നു. അത് ഒരു വിരുദ്ധ അഭിപ്രായങ്ങളാണെങ്കിലും അണികൾ അത് വിശ്വസിക്കുമായിരുന്നു, നേതൃത്വം പറയുന്നത്. അതിന് കാരണം അത് ഇടത് ബോധ്യമായിരുന്നു ആ മനുഷ്യരിൽ. പക്ഷെ അത് അണികൾ ഈ കാലത്ത് ചോദ്യം ചെയ്യുന്ന കാലത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിന്റെ നേതാക്കൾ AK ബാലനെ പോലെയുള്ള പാർട്ടി സെക്രട്ടറിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഈ നാട് മൊത്തം വിശ്വസിക്കണമെന്നുള്ള രീതിയിലായിരുന്നു. അതിനോട് ഈ നാട് ചിരിക്കുകയായിരുന്നു. അതുപോലും തിരിച്ചറിയാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ സ്വജനപക്ഷപാതം അതിന്റെ അങ്ങേ അറ്റത്തായിരുന്നു. മറ്റുള്ള പാർട്ടികൾ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ചോദ്യമൊന്നും അതിന്റെ ഒരു ആനുകൂല്യം CPM-ന് കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ പോലും കേരളത്തിൽ മുന്നോട്ടേക്ക് വെച്ചത്. അതിനൊക്കെ കൂടി കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത്. ഒപ്പം ഒന്നാം പിണറായി സർക്കാരിനെ നമ്മൾ ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൊക്കെ ഇടത് നന്നാക്കികൾ എന്നുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ നിരന്തരം ചർച്ച ചെയ്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ കുറിച്ചായിരുന്നു. എന്നാൽ ഒന്നാം സർക്കാരിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയ പിണറായി വിജയൻ ഗംഭീരമായ പെർഫോമൻസ് ഈ നാടിനോട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇടതിന്റെ അടിസ്ഥാന രാഷ്ട്രീയം, അടിസ്ഥാന മനുഷ്യരിലേക്ക് ഓരോ വീടുകളിലേക്കും എത്തപ്പെടുന്ന രാഷ്ട്രീയം ആ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാം സർക്കാർ വന്നതിന് ശേഷം സ്വജനപക്ഷപാതത്തിന്റെ ഉദാഹരണമായി നമുക്ക് ഒരു ഒറ്റ പോയിന്റ് എടുത്താൽ, നേരത്തെ ചേക്കുട്ടി സാർ പറഞ്ഞ ആ ചോദ്യം, മകളുമായി ബന്ധപ്പെട്ട സഭയിൽ ഉന്നയിച്ച ചോദ്യത്തോട് പ്രതികരിച്ചത് സ്വന്തം ഭാര്യയുടെ പെൻഷൻ പണത്തിൽ നിന്നുണ്ട് ആയി എന്ന് പറയുന്നത് ആരാണ്?
ഈ നാടിന്റെ ഒരു പ്രബല ഒരു അങ്ങേയറ്റം ക്രെഡിബിൾ ആണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ മനുഷ്യർ ചിരിക്കുകയായിരുന്നു എന്നുള്ളത് പോലും തിരിച്ചറിഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആ തരത്തിലുള്ള ഒരു വലിയ രീതിയിൽ പാറ്റേൺ ആയിരുന്നു ഇതിന്റെ അവസാന ഘട്ടം വരെ വന്നത്. പരാജയങ്ങൾ തുറിച്ചു നോക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനുള്ള സംവിധാനം ഒരു കാലത്ത് CPM ഉണ്ടായിരുന്നു. അത് ഒരു തരത്തിലും വർക്ക് ചെയ്തില്ല അഭിലാഷ്. അതുകൊണ്ട് തന്നെയാണ് CPM ഈ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് എത്തപ്പെട്ടത്. ആ പ്രതിസന്ധിയിലേക്ക് എത്തപ്പെടുമ്പോഴും തിരിച്ചു വരും ഈ കേരളത്തിൽ ഇടത് രാഷ്ട്രീയം മറ്റുള്ള ബംഗാൾ പോലെ ആവില്ല എന്നുള്ള ബോധ്യം തന്നെയാണ് എന്നിലുള്ളത്. അപ്പോഴും ജയിച്ചു വന്ന MLA-മാരിൽ ഈ നമ്പർ 35 ആ അടുത്തുള്ള നമ്പർമാർ എണ്ണമുള്ള ആളുകളിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ള നേതാക്കൾ പോലും ഇല്ല. മുമ്പും ഇതുപോലെ മുന്നണികൾ 40 സീറ്റിലേക്ക് താഴോട്ട് പ്രതിപക്ഷം തീർന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ CPM നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇടതുപക്ഷം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ആ 35 അംഗങ്ങളുടെ എണ്ണം ഞാൻ കൃത്യമായി നോക്കിയില്ല. ആ അംഗങ്ങളിൽ ഈ 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് പ്രത്യേകിച്ച് ആ 35 അംഗങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വളരെ വലുതാണ്. ആ നിയമസഭാ കക്ഷി വളരെ പ്രധാനപ്പെട്ട നിയമസഭാ കക്ഷിയാണ്.